പഹൽഗാം ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഇടങ്ങളിലായിരുന്നു പുലർച്ചെ തിരിച്ചടി നൽകിയത്. കര, വ്യോമ, നാവിക സേനാംഗങ്ങളുടെ സംയുക്ത ഓപ്പറേഷന് സിന്ദൂർ എന്നാണ് പേരിട്ടത്. പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ വിധവകൾക്ക് ആശ്വാസമായിട്ടാണ് ഈ പേരിട്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല. ഭീകര കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ചുകൊണ്ടാണ് തിരിച്ചടി നൽകിയിട്ടുള്ളത്. പഹൽഗാം ആക്രമണത്തിന്റെ 15ാം നാളിലാണ് തിരിച്ചടിയെന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പാകിസ്ഥാൻ ഏത് ഏരിയയിൽ പ്രതികരിക്കുമെന്ന് ഇന്ത്യൻ സൈന്യം നിരീക്ഷിച്ചു വരികയായിരുന്നു. സുരക്ഷയുടെ ഭാഗമായി നിരവധി വിമാനത്താവളങ്ങൾ അടച്ചിട്ടുമുണ്ട്. 9 സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയത് എന്ന് സൈന്യം തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തത് എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവരുടെ സ്ഥലങ്ങളാണ് ഇത്. ഇവ കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി. ഭീകരരുടെ തട്ടകത്തിൽ തന്നെ തിരിച്ചടി നൽകുക എന്നത് തന്നെ ലക്ഷ്യം. പാകിസ്ഥാനിലെ തെക്കൻ പഞ്ചാബിലുള്ള ബഹൽപൂർ ആയിരുന്നു സൈന്യം ലക്ഷ്യമിട്ട പ്രധാന കേന്ദ്രം. ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ ആസ്ഥാനം ഇവിടെയാണ്. ഇന്ത്യ ഏറെക്കാലമായി തിരിയുന്ന മസൂദ് അസർ ആണ് ജെയ്ഷെയുടെ നേതാവ്. 2001 പാർലമെന്റ് ആക്രമണം, 2019 പുൽവാമ ആക്രമണം എന്നിവയ്ക്ക് പിന്നിലെ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു. ലഷ്കർ-ഇ-തൊയ്ബയുടെ സന്നദ്ധ സേവന വിഭാഗമാണ് ജമാഅത്ത്-ഉദ്-ദഅവ. ഈ 2 സംഘടനകളുടെയും കേന്ദ്രമാണ് മുരിദ്-കെ. ഇവിടെയും ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയിട്ടുണ്ട്. ലാഹോറിന്റെ വടക്ക് ഭാഗത്ത് ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ് മുരിദ്-കെ. ഇവിടെയുള്ള കേന്ദ്രത്തിലാണ് ഭീകരർ പരിശീലനം നടത്തുന്നത്. 200 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കേന്ദ്രം ഇവിടെ ഭീകരർക്കുണ്ട്. 2008 മുംബൈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പരിശീലനം ലഭിച്ചത് ഇവിടെയാണ്. പാക് അധീന കാശ്മീരിലെ പ്രധാന സ്ഥലമാണ് കോട്ലി. ഇവിടെ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ നടക്കുന്നത് ഇന്ത്യ പലപ്പോഴും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടത്രേ. 50 പേർക്ക് പരിശീലനം നേടാൻ സാധിക്കുന്ന കേന്ദ്രമാണ് കോട്ലിയിലേത്. കാശ്മീരിലെ രജൌരിയിലും പൂഞ്ചിലും ആക്രമണം നടത്തിയ സംഘം പ്രവർത്തിക്കുന്ന ഗുൽപൂരിലും സൈന്യം തിരിച്ചടി നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യ, UAE എന്നിവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സോൻമർഗ്, ഗുൽമർഗ്, പഹൽഗാം എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയ സംഘമുള്ള സവായിലും ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകി. നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള സർജൽ, ബർലെ എന്നിവിടങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതുവഴിയാണ് ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം നടക്കാറുള്ളത്. ഹിസ്ബുൾ മുജാഹിദിന്റെ സിയാൽകോട്ടിന് അടുത്തുള്ള മെഹ്മൂന ക്യാമ്പിലും തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1:44 ഇന്ത്യൻ സൈന്യം ഒരേ സമയം തന്നെ 9 ഇടങ്ങളിൽ ആക്രമണം നടത്തുകയായിരുന്നു. ഇത്രയും സ്ഥലങ്ങളിൽ ആക്രമണം നടക്കുമെന്നും പാകിസ്ഥാനും പ്രതീക്ഷിച്ചിരുന്നില്ല. പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ്. സാധാരണ ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം പാക് അധീന കാശ്മീരിലാണ് നടക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു ഇത്തവണത്തെ സൈന്യത്തിന്റെ നീക്കം. കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 വിഭാഗവും ഒരുമിച്ച് ചേർന്ന് ആക്രമണം നടത്തുന്നത് 1971 ശേഷം ആദ്യമായിട്ടാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ല എന്ന് ഇന്ത്യൻ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. US, ബ്രിട്ടൻ, റഷ്യ, സൗദി അറേബ്യ, UAE എന്നിവർക്കെല്ലാം തന്നെ വിവരങ്ങൾ കൈമാറിയിട്ടുമുണ്ട്.